നമസ്തേ. കൊല്ലവർഷം 1200 ആണ്ട് മിഥുനമാസം 1 മുതൽ മിഥുനം 32 വരെയുള്ള, അതായത് 2025 ജൂൺ മാസം 15 മുതൽ ജൂലൈ 16 വരെയുള്ള മിഥുനമാസ നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ, തുലാക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് വസ്ത്രക്കച്ചവടത്തിൽ നിന്നും ധനവർദ്ധനവും നൃത്തം, അഭിനയം എന്നീ മേഖലയിൽ പ്രശസ്തി വർദ്ധിപ്പിക്കുവാനും കഴിയുന്നതാണ്. ഗുരുക്കന്മാരുടെ ഉപദേശം വഴി ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുകയും തൊഴിലിൽ സ്ഥാനമാറ്റം ഉണ്ടാകുകയും ചില ബന്ധുക്കളുമായി പിണങ്ങിക്കഴിയേണ്ടതായ അവസ്ഥയുണ്ടാകുകയും ശത്രുക്കൾ മിത്രങ്ങളായി വരികയും പലവിധ സഹായങ്ങൾ വന്നു ഭവിക്കുകയും ടീച്ചിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ പുരോഗതിയും ശമ്പള വർധനവും വന്നു ചേരുന്നു. ഏൽപ്പിച്ച ജോലികൾ കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ കഴിയുകയും ഭൂമിക്കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂല കാലഘട്ടമാകുന്നു. നഷ്ടപ്പെട്ടു പോയ പല സാധനങ്ങളും തിരികെ ലഭിക്കുകയും ചില മത്സര പരീക്ഷയിൽ വിജയം കൈവരിക്കുകയും പരിഹാരമായി കൃഷ്ണന് തൃക്കൈവെണ്ണ സമർപ്പിക്കുക. വിശാഖം കാൽ, അനിഴം, തൃക്കേട്ട, വൃശ്ചികക്കൂറ് ഇടവിട്ട് ധനനഷ്ടം ഉണ്ടാകുകയും ആയതിനാൽ ധനപരമായ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കരസേന, നാവികസേന, വ്യോമസേനകളിൽ ജോലി ലഭിക്കുവാനും ഉത്തമമായ കാലഘട്ടമാണ്. വീടുപണി ഇടവിട്ട് മുടങ്ങുകയും വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കുമെങ്കിലും പരീക്ഷാ വിജയം കൈവരിക്കുന്നു. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനും വിദേശത്ത് പഠനം നടത്തുവാനും അനുകൂല കാലഘട്ടമാണ്. ചില ആഡംബര വസ്തുക്കൾ ഗൃഹത്തിൽ വന്നു ചേരുകയും ഇടവിട്ട് ഉദരസംബന്ധമായ അസുഖങ്ങൾ വന്നു ഭവിക്കുകയും ഫലമാകുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചില വാക്കുതർക്കങ്ങൾ വന്നു ചേരുകയും കൃഷിക്കാർക്ക് കൃഷിയിൽ പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ ധനവർദ്ധനവ് ഉണ്ടാകുകയും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തൊഴിലിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരികയും പരിഹാരമായി നവഗ്രഹ അർച്ചന നടത്തുകയും ശിവന് ക്ഷീരധാര നടത്തുന്നതും ഉത്തമമാകുന്നു. മൂലം, പൂരാടം, ഉത്രാടം കാൽ, ധനുക്കൂറ് വിദേശ പഠനത്തിന് ഉത്തമമായ കാലഘട്ടമാകുന്നു. കിട്ടാനുള്ള ധനം തിരികെ ലഭിക്കുകയും ലോൺ, ചിട്ടി എന്നിവ ലഭിക്കുകയും ചില പദവികൾ വഹിക്കേണ്ടതായി വരികയും ചില പ്രേമബന്ധങ്ങൾ വന്നു ഭവിക്കുകയും വിവാഹം നടക്കുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു. ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും ഇടവിട്ട് അമ്മയ്ക്കും അമ്മാവന്മാർക്കും അസുഖങ്ങൾ വന്നു ഭവിക്കുകയും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നു തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കുകയും ഭൂമിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ ലാഭം വന്നു ചേരുകയും തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും ബിസിനസ്സിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയും മുടങ്ങിയ പഠനങ്ങൾ പുനരാരംഭിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുക.